ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നോടൊപ്പം ഫേസിലും ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗോൾഡൻ ഓയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മഞ്ഞളെണ്ണ ടർമറിക് ഓയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളല്ല, പച്ചമഞ്ഞളാണ് എടുത്തേക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൽ ഒട്ടും മണ്ണിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാം, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡ്രൈ സ്കിൻ ഉള്ളവരും നോർമൽ സ്കിൻ ഉള്ളവരും ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ടാനിങ് കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് മുന്നേ തന്നെ ഫേസിലും ഫുൾ ബോഡിയിലൊക്കെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് ഫേസിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. ഓയിലി സ്കിൻ ഉള്ളവർ ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്താൽ മതി. ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അലർജറ്റിക് ആയിട്ടുള്ള ഈ മഞ്ഞൾ അലർജറ്റിക് ആയിട്ടുള്ള കുറെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ കുഞ്ഞു കുട്ടികളിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും പാച്ച് ടെസ്റ്റ് ചെയ്ത് അവർക്ക് അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാൻ പാടില്ല, അതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം. ക്യാരറ്റും സ്കിൻ ലൈറ്റിങ്ങിന് വളരെയധികം നല്ലതാണ്. എനിക്ക് മഞ്ഞൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഞ്ഞളിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ, ഓയിൽസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ചീനിച്ചട്ടിയാണ് എടുക്കുന്നത്. ഇതിലാണ് ഞാൻ സാധാരണ ഹെയർ ഓയിലും ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ കയ്യിൽ കടായ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആണ് ഞാൻ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നത്. ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് പിന്നീട് മഞ്ഞൾ ഇട്ടാലും മതി. എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അളവ് പറഞ്ഞൊന്നും ചെയ്യാൻ അറിയില്ല. ഇപ്പം ഇത്ര ലിറ്ററിന് ഇത്ര മഞ്ഞൾ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. മഞ്ഞളും എണ്ണയും ഒരേ പാകത്തിന് നിൽക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, രണ്ടും ഒരേ അളവിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഓയിൽ എന്നല്ല, നമ്മൾ ഏത് ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഹെയർ ഓയിലാണെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പാടില്ല. കാരണം പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ആ സത്ത് മുഴുവൻ അതിലേക്ക് നമുക്ക് ഇറങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്ഷമ വേണം. പിന്നെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ നല്ല രസമായിരുന്നു. ക്ലബ്ബിലൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ. ഒരു ബ്രൗണിഷ് കളറാകും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതുപോലെ അതിൽ നിന്ന് കുറച്ച് എന്താ പറയുക, പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കാം. അതാണ് അത് പാകമായി എന്നാണ് നമ്മളെ അറിയിക്കുന്നതാണ്. ഇതാ ഈ ഒരു കളറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അരിച്ച് വയ്ക്കുക. ഒരു ഗ്ലാസ് ബോട്ടിലിൽ വേണം കേട്ടോ നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് കളറിലെ സ്പൂൺ വെച്ചിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എണ്ണയുടെ കളറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സ്പൂണിൻ്റെ കളർ ഇപ്പോൾ നല്ല വൈറ്റ് ആയിട്ടുള്ളത് നല്ല യെല്ലോയിഷ് കളറിൽ കണ്ടോ. ഇതാണ് ആ ഓയിലിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.